അഗ്ലോണിമ നിറയെ ഷൂട്ട് വരാനും നല്ല ഭംഗിയിൽ നിർത്താനുമായിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ GJ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ അഗ്ലോണിമയിൽ നിറച്ച് ഷൂട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ അത് നന്നായി ഇടതിങ്ങി വളർന്നു വന്നാലേ ആ അഗ്ലോണിമയ്ക്ക് ഭംഗി കൂടുകയുള്ളൂ. അതുപോലെ ഒരെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിറയെ ഷൂട്ട് വരുത്തി നമുക്കത് മാറ്റി നട്ട് ഒരേ കളറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുമായിരിക്കും. അപ്പോൾ അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് ഈ അഗ്ലോണിമ. ഇതിപ്പോൾ മഴയത്ത് വെച്ച കാരണം രണ്ടാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴ കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചീയും, ഇതിൻ്റെ ഇലകളൊക്കെ ചീച്ചൽ വന്നു തുടങ്ങും. അപ്പോൾ ഇതിനധികം മഴയും വേണ്ട, അധികം വെയിലും വേണ്ട, വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ നല്ല മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഴ കൂടുമ്പോൾ നമ്മൾ മഴയത്ത് വെക്കരുത്. അതുപോലെ വെള്ളം ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഒഴിച്ചാൽ മതി. എല്ലാ ദിവസവും ഇതിന് ഒഴിച്ചു കൊടുക്കുകയും വേണ്ട. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് വെക്കണേന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ അഗ്ലോണിമയുടെ ഒരു 3 ഷൂട്ടായിട്ടുള്ള ഒരു ചെടിയാണ്. ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ അടിഭാഗം മാത്രമേ മുറിക്കുന്നുള്ളൂ. കണ്ട, ഇലയൊക്കെ മഴയത്ത് നിന്ന് ആകെ ചീഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ വേരുകളൊക്കെ അധികം ഉള്ളത് കട്ട് ചെയ്ത് കൊടുത്ത് ഇൻഡോറായിട്ട് വെക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പോട്ടി മിശ്രിതമാണ് ശ്രദ്ധിക്കേണ്ടത്. മണ്ണും ചകിരിച്ചോറ് ഒക്കെ വേണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. അതുപോലെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ട് വളങ്ങളൊന്നും ഇതിന് ചേർക്കണ്ട. വേപ്പും പിണ്ണാക്കും, എല്ലുപൊടിയും, മണ്ണും, അതുപോലെ ചരൽ മണ്ണായാലും അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തെ മണ്ണായാലും മതി. ഇതിനധികം കേടൊന്നും അധികം വരത്തില്ല. വെള്ളം ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കൂടുതലാവരുത്. അതുപോലെ തന്നെ സൺലൈറ്റും കൂടുതലാവരുത്. സൺലൈറ്റ് നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അത് രണ്ടും മാത്രമാണ് ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യവും വളം ഇട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് ഇതിനധികം കൂടുതൽ കെയറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ശ്രദ്ധിക്കണം, മഴയും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് മഴയത്ത് ഇരുന്ന കാരണമാണ് കുറച്ച് ചെടികളെല്ലാം കേടുവന്നത്. അപ്പോൾ അത് മാറ്റാനാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത ചെടിയെ പോട്ടിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോട്ടി മിശ്രിതമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മണ്ണും കുറച്ച് കമ്പോസ്റ്റും അതുപോലെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് എല്ലാം മിക്സ് ചെയ്തതാണ്. പിന്നെ നമുക്ക് കുറച്ച് സാഫ് നല്ലതാണ് കേട്ടോ. കുറച്ച് സാഫ് ഉപയോഗിച്ചാൽ വേരുകളിന്മേയൊക്കെ ഉള്ള കേടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്കതും കൊടുക്കാം. അപ്പോൾ സാഫുള്ളൊരു സാഫ് അല്ലെങ്കിൽ സൂഡോണമസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ സാഫാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മണ്ണിൽ മിക്സ് ചെയ്താൽ മതി. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ മണ്ണ് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് വേണം പോട്ടിലേക്ക് ഇടാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിത് മാറ്റി വയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയിൽ തിങ്ങി നിറയും. വേരൊക്കെ തിങ്ങി നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ അത് കേട് വന്ന് പോവും. ഓരോ ഷൂട്ടും കേട് വന്ന് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതിനെ മാറ്റി വെച്ചാൽ ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ചെടിയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതെങ്കിൽ അത് ഇതുപോലെ ഷൂട്ട് വരുത്തിയിട്ട് നമുക്ക് നിറയെ ചട്ടികളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇതേ പോട്ടിങ് മിശ്രിതമാണ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ചെടിയെ ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ എല്ലാ വളങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി വളമൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പച്ചച്ചാണകം കലക്കി ഒഴിക്കാം. അത് നല്ലതാണ് കേട്ടോ. പച്ചച്ചാണക സ്ലറിയൊക്കെ വേര് പിടിച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ചില അഗ്ലോണിമ വേഗം ഷൂട്ട് വരും, ചിലത് പെട്ടെന്ന് വരില്ല. ചില ഇനങ്ങൾ സാവധാനേ വരുള്ളൂ. ചില ഇനങ്ങൾ വേഗം ഷൂട്ടുകൾ വന്ന് കിട്ടും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിവസവും വെള്ളം
ഒഴിക്കരുത്. അമിതമായി വെള്ളം വന്നാലും കേടുവന്ന് പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിംഗ് റൂമിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ നമുക്കിതുപോലെ അഗ്ലോണിമകൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, കേടും വരില്ല. ശരിയായ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നിൽക്കുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നിറയെ ഷൂട്ട് വരാനായിട്ട് എപ്പോഴും വളം എന്ന് പറയുന്നത് വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ ഓർഗാനിക് വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കേടൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചാൽ മതി. ചീച്ചലാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം വരിക, അത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതിന് ഒരു കുഴപ്പവും വരില്ല. ഇപ്പോൾ ഇത് നമ്മുടെ കിച്ചണിൽ വെക്കാനായിട്ട് ഒരെണ്ണം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തൊന്ന് ഷെയറൊക്കെ ചെയ്തോളൂ. ചെടികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ചെടികളൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിച്ചണിലൊക്കെ വെക്കണമെങ്കിൽ ചെറിയൊരു പോട്ട് മതി. നമ്മുടെ കണ്ടെയ്നറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹോള് കൊടുത്തിട്ട് അതിലേക്ക് മണ്ണിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഭംഗിയുള്ള പോട്ടുകളുണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീടുകളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിച്ചണിലൊക്കെ നമ്മുടെ വിൻഡോ ഉള്ള സൈഡിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കും. ഒരു നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെടി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് അകത്തൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കുറേ കാലത്ത് നിൽക്കും ചെയ്യും. പെട്ടെന്ന് മാറ്റണ്ട. ഇതിൻ്റെ ഷൂട്ട് വന്ന് ഇത് നിറഞ്ഞു വരും. അപ്പോൾ നമുക്ക് വേഗം എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് നിറയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നിറഞ്ഞു നിന്ന അഗ്ലോണിമകളാണ്. ഇപ്പോൾ ഇത് മഴയത്തിരുന്ന കാരണമാണ് കുറച്ച് ചീച്ചൽ വന്നു ഇലകളൊക്കെ. അപ്പോൾ ഇനി ഇതൊക്കെ മാറ്റാൻ പോവാണ്. മാറ്റിയിട്ട് നമ്മൾ അധികം മഴയില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ.